അറിയാൻ പറ്റുന്നില്ല. എന്തായാലും ശരി, ഈ കുട്ടികളെ കൊണ്ടുവന്ന് ഇങ്ങനെ 2 ബോഗിയിൽ ഇങ്ങനെ കൊണ്ടുവന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ടിക്കറ്റ് ഇല്ലാതെ കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ അത് തെറ്റാണ്. അങ്ങനെ ചെയ്യാൻ പാടുള്ളതല്ല. ഈ മക്കൾ കൊണ്ടുവന്ന് അഥവാ അങ്ങനെ കൊണ്ടുവന്നാൽ തന്നെ അവരുടെ പ്രായം പരിഗണിച്ച് 14, 10 വയസ്സിൻ്റെ 5 വയസ്സിൻ്റെ ഒക്കെ ഇടയിലുള്ള മക്കളായതുകൊണ്ട് അവർ ഏട്ടന്മാരും പെങ്ങന്മാരും ഒക്കെ ഉള്ളതാണ് കുട്ടികൾ, സിസ്റ്റേഴ്സും അങ്ങനെ കുടുംബാംഗങ്ങളും അയൽവാസികളുമായുള്ള ആ അന്തരീക്ഷത്തിൽ നിന്ന് കുറേ ആളുകളെ ഓരോ ഭാഗത്തും ആക്കിയതിൽ നിന്ന് ആ കുട്ടികൾ മാനസികമായി വളരെയധികം വിഷമിച്ചു. പിന്നെ അവരെ മലമ്പുഴയുള്ള ഒരു എത്തിങ്ങാനയിൽ കൊണ്ടാക്കി അവിടെ ബന്ധപ്പെട്ടവർ പറയുന്ന അവിടെ അവർക്ക് വേണ്ട ഭക്ഷണം, അവരോടുള്ള നല്ലൊരു പെരുമാറ്റം, അവർക്ക് വേണ്ട ഒന്നും തന്നെ ലഭിക്കാത്തൊരു സ്ഥിതി ഉണ്ടായതുകൊണ്ട് അവർ ചെന്നപ്പോൾ വളരെ മോശമായ അന്തരീക്ഷത്തിലാണ് കണ്ടത് എന്നാണ് കേൾക്കുന്നത്. അത് നേരിട്ട് ഞങ്ങൾക്കറിയില്ല, കേട്ട വിവരമാണ്. ഏതായാലും ശരി, അവിടുന്ന് ഇവരെ പാലക്കാട് എത്തിങ്ങാനയിലേക്ക് മാറ്റിയതിന് ശേഷം ഞങ്ങൾ അവരോട് പോയി അന്വേഷിച്ചു. ഞങ്ങൾ ചെന്നപ്പോൾ 213 കുട്ടികളാണ് അവിടെ ഉള്ളത്. ആ 213 കുട്ടികളിൽ ഏകദേശം 40 കുട്ടികളുടെ രക്ഷിതാക്കൾ അവിടെ വന്നിട്ടുണ്ട്. CWC അവിടെ തെളിവെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്, അവർ രേഖ പരിശോധിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. 22 ആളെ രേഖ പരിശോധിച്ച് ക്ലിയറായ പുറത്ത് നിൽക്കുന്ന പേരൻസുമായിട്ട് ഞങ്ങൾ സംസാരിച്ചു. അപ്പോൾ അവർ പറയുന്നത് എന്താ വെച്ചാൽ, ഇത്രയും ദിവസങ്ങളെ കൊണ്ട് മക്കൾ വല്ലാണ്ട് വിഷമിച്ചു. മക്കളുടെ ഉമ്മ അവിടെ വീട്ടിലിരുന്ന് കരയാണ്. അതുകൊണ്ട് രക്ഷിതാക്കളായ ഞങ്ങൾക്ക് ഇവരെ കൊണ്ടുപോകേ പറ്റുള്ളൂ. ഇനി പഠിപ്പിക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ട്. ഞങ്ങൾ പോയി അവരെ മാനസിക നില ശരിയായതിന് ശേഷം ഞങ്ങൾ അവരെ ഇനി പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇപ്പോൾ അവർ വീട്ടിൽ വരണമെന്ന് പറഞ്ഞ് കരയാണ്. രക്ഷിതാക്കൾ അങ്ങോട്ട് എത്തണമെന്ന് പറയുകയാണ്. അങ്ങനത്തെ ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥയാണ് കുട്ടികൾക്ക് ഉണ്ടായതെന്നാണ് പറയുന്നത്. ബാക്കിയുള്ള കുറച്ച് കുട്ടികൾ എത്തിങ്ങാനയിലുള്ളത് ഇപ്പോൾ അവർക്ക് രേഖകളൊന്നും തന്നെ കിട്ടിയിട്ടില്ല. രേഖകളില്ല എന്നാണ് ഇവർ പറയുന്നത്. പക്ഷേ എത്തിങ്ങാന പറയുന്നത്, എത്തിങ്ങാന പറയുന്നത് രേഖകളൊക്കെ അവർ ഹാജരാക്കി കൊടുത്തിട്ടുണ്ട്, അത് വ്യാജാന്ന് പറയുന്നുണ്ടെന്ന് പറയുന്നത്. അതിൻ്റെ സത്യം ഞങ്ങൾക്ക് അറിഞ്ഞൂടെ, ഞങ്ങൾ രേഖ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ കൂടുതൽ അന്വേഷണങ്ങളിലേക്ക് പോകണം. അത് ബാല കമ്മീഷൻ ചെയ്തിട്ടുണ്ടാവുന്ന റൈറ്റ്സ്. ഞാൻ തിരിച്ചു വരാം. ഫാദർ പോൾ തേലക്കാട്ട്, ഇവിടെ ഇപ്പോൾ മനുഷ്യക്കടത്ത് നിരോധ നിയമം IPC 370 പ്രകാരം 14 വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്ന തരത്തിലാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. താങ്കൾക്കറിയാം, ഇതര മതസമൂഹങ്ങൾ നടത്തുന്ന അനാഥാലയങ്ങളിലും ഉത്തരേന്ത്യയിൽ നിന്ന് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ പഠിക്കാനായി ഇവിടെ എത്തിയിട്ടുണ്ട്. ഉത്തരേന്ത്യയിലെ സാമൂഹിക സാഹചര്യങ്ങൾ താങ്കൾക്കറിയാം. ദരിദ്രമായ കുടുംബങ്ങളിൽ നിന്നാണ് ഇവർ വരുന്നത്. കേരളത്തിലെ അനാഥാലയങ്ങളിൽ കുറെ കൂടി നല്ല അടിസ്ഥാന സൗകര്യം ഉണ്ടെന്നിരിക്കെ, അനാഥാലയങ്ങളിൽ കേരളത്തിൽ നിന്നുള്ള കുട്ടികൾ കുറവാണെന്നിരിക്കെ, ഉത്തരേന്ത്യയിൽ നിന്ന് വരുന്ന കുട്ടികളെ പഠിപ്പിക്കാൻ കിട്ടുന്നൊരു അവസരം എന്ന നിലയ്ക്ക് ഉപയോഗിക്കപ്പെടുമ്പോൾ എന്തുകൊണ്ടാണ് തീവ്രവാദം പോലെയുള്ള വാക്കുകളുമായി ഇവർ കണ്ണി ചേർക്കപ്പെടുന്നത്? ഏത് പൊതുബോധത്തിൻ്റെ പുറത്താണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കേരളത്തിൽ ഉണ്ടാകുന്നത്? തീർച്ചയായിട്ടും ഇത്രമാത്രം വിവാദപരമാകാനുള്ള ഒരു സാഹചര്യം ഉണ്ടായി എന്നത് വളരെ വിഷമമുണ്ടാക്കുന്നതാണ്. ശ്രീ രമേശ് ചെന്നിത്തല ഇങ്ങനെ ഏതെങ്കിലും ഒരു സമുദായത്തെയോ ഒരു മതത്തിൻ്റെ വിഭാഗത്തെയോ കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ മോശമായി അവതരിപ്പിക്കാനോ ആഗ്രഹിച്ചു എന്ന് ഞാൻ കരുതുന്നില്ല. ഇവിടെ ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ കേരളത്തിൽ എല്ലാ മതങ്ങളും സന്നദ്ധ സംഘടനകൾ ധാരാളം ഇത്തരത്തിലുള്ള അനാഥാലയങ്ങൾ നടത്തുന്നുണ്ട്, അവിടെ കുട്ടികളെ പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായത്, ഈ അനാഥശാലകളുടെ മറവിൽ ഇതിനകത്ത് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളും പോരായ്മകളും ചൂഷണങ്ങളും നടത്തുന്നുണ്ടോ എന്നുള്ള ഒരു ഗൗരവമായ പ്രതിസന്ധിയാണ് ഉണ്ടായിട്ടുള്ളത്. കാരണം കുട്ടികളെ കൊണ്ടുവന്നവർക്ക് രേഖകളുണ്ടായിരുന്നില്ല എന്നും ആ കുട്ടികളെ അവരുടെ മാതാപിതാക്കളുടെ അംഗീകാരമോ അതിനോട് വേണ്ടത്ര സമ്മതപത്രങ്ങളൊന്നും ഇല്ലായിരുന്നു എന്നുള്ളതാണ് തെളിവാകുന്നത്. അങ്ങനെ കൊണ്ടുവന്നപ്പോൾ ഉണ്ടായ പ്രതിസന്ധിയാണ്. അങ്ങനെയുള്ള ചില തെറ്റുകുറ്റങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ തിരുത്തുകയാണ് ആവശ്യമുള്ളത്. ആ തിരുത്തണമെന്ന് മാത്രമാണ് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടിട്ടുള്ളത്. അല്ലാതെ ബീഹാറിലെ കുട്ടികൾക്ക് കേരളത്തിൽ പഠിക്കാൻ പാടില്ല എന്നോ വേറെ ഏതെങ്കിലും സംസ്ഥാനത്തെ കുട്ടികൾക്ക് ഇവിടെ വരാൻ പാടില്ല എന്നുള്ള ആ അർത്ഥത്തിലല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ യതീംഖാനകളായാലും ഏത് മതസ്ഥാപനം നടത്തുന്ന അനാഥശാലയായാലും അതിന് പാലിക്കേണ്ട നിയമങ്ങളും വ്യവസ്ഥകളുമുണ്ട്. അത് പാലിക്കാതെയും വേണ്ട വിധത്തിൽ ഉത്തരവാദിത്വത്തോടെ നിർവഹിക്കാതെയും ചെയ്തതിൻ്റെ ഒരു ഫലമായിരിക്കാം ഇത്. ആരെങ്കിലും ചില ബോധപൂർവ്വം ചൂഷണത്തിന് ശ്രമിച്ചതാണോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. എന്നിരുന്നാലും ചില പാകപ്പിഴകൾ വന്നുപോയതിൻ്റെ പശ്ചാത്തലത്തിൽ മന്ത്രി ഇടപെട്ട് സംസാരിച്ചതാണ്. അങ്ങനെ ആ വിധത്തിലാണ് കാണേണ്ടത്. നല്ല സേവനം നടന്ന ധാരാളം യതീംഖാനകളും അനാഥശാലകളും നമ്മുടെ കേരളത്തിലുണ്ട്. അതിനകത്ത് ആർക്കും ഇത് കുറ്റകരമായി കാണേണ്ട ആവശ്യമില്ല. പോരായ്മകൾ ഉണ്ടായി തിരുത്താനാണ് പരിശ്രമിക്കേണ്ടത്. ആ വിധത്തിൽ തിരുത്തുക എന്നുള്ള കാര്യം മാത്രമാണ് ഇവിടെ രമേശ് ചെന്നിത്തല പറഞ്ഞതിന്. ശ്രീ പിണങ്ങോട് അബൂബക്കർ, താങ്കൾക്ക് ഓർമ്മയുണ്ടാകും, 3 വർഷം മുൻപ് കോഴിക്കോട്ടെ ഒരു സംഘടന സമാനമായ രീതിയിൽ കുട്ടികളെ കൊണ്ടുവന്നപ്പോൾ ഭീകരപ്രവർത്തനത്തിന് എന്ന പേരിൽ ചിത്രീകരിക്കപ്പെടുകയും ഒരുപാട് വിവാദങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു. പിന്നീട് ആ പ്രശ്നം പരിഹരിക്കപ്പെടുകയായിരുന്നു.
ഇവിടെ ഇപ്പോൾ സമാന സ്വഭാവത്തിൽ തന്നെ പ്രശ്നങ്ങൾ കൂടുതൽ രൂക്ഷമാകുന്നതാണ് കണ്ടത്. ഫാദർ പോൾ തേലക്കാട്ട് പറഞ്ഞതുപോലെ മതിയായ രേഖകളില്ലാതെ നിയമം പാലിക്കാതെ ആണ് ഈ കുട്ടികളെ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളതെങ്കിൽ മാനുഷിക പരിഗണന വെച്ച് ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തി വളരെ പെട്ടെന്ന് ഒരു വ്യക്തത ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു നിസ്സാരമായ സംഭവത്തെ തീവ്രവാദവുമായി ബന്ധപ്പെടുത്തി ഊതി വീർപ്പിച്ച് മനുഷ്യക്കടത്തുമായി ബന്ധപ്പെടുത്തി വാർത്തകൾ ഉണ്ടാവുകയും ഇത്ര വലിയൊരു സംഭവമാക്കി തീർക്കുകയും ചെയ്യുന്നതിന് പിന്നിൽ മറ്റെന്തെങ്കിലും സംശയങ്ങൾ നിങ്ങളെപ്പോലുള്ളവർക്കുണ്ടോ? എന്തെങ്കിലും താല്പര്യങ്ങൾ ഇതിന് പിന്നിലുള്ളതായി തോന്നുന്നുണ്ടോ? വരികൾക്കിടയിൽ അങ്ങനെയാണ് വായിക്കാൻ കഴിയുക. വളരെ നിസ്സാരമായ ഒരു സംഗതി. അതേ അവസരത്തിൽ കേരളത്തിലെ യതീംഖാനകൾ, അനാഥാലയം കണ്ട ചരിത്രം അത് വൈദേശിക ആക്രമണത്തിൽ തകർന്നു പോയ ഒരു സമൂഹത്തിൻ്റെ മുമ്പിൽ ചോദ്യചിഹ്നമായി ഉയർന്നു വന്ന അനാഥ ബാല്യങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി വളരെ ത്യാഗികളായ സമർപ്പണ ബുദ്ധിയുള്ള ആളുകൾ സ്ഥാപിച്ചാണ് യതീംഖാനകൾ അധികവും. അതുവഴി അനേകായിരങ്ങൾക്കാണ് ജീവിതവും വിദ്യാഭ്യാസവും ഒക്കെ നമ്മുടെ രാജ്യത്ത് ലഭിച്ചത്. ഏതെങ്കിലും അനാഥാലയത്തിലെ ഏതെങ്കിലും കുട്ടികൾ അല്ലെങ്കിൽ മതസ്ഥാപനത്തിലെ കുട്ടികൾ ഏതെങ്കിലും ഘട്ടത്തിൽ നമ്മുടെ രാജ്യത്തിനെതിരായി, നമ്മുടെ രാജ്യത്തിൻ്റെ പൊതു സംസ്കൃതിക്കെതിരായിട്ട് നിലപാടെടുത്തതായിട്ട് നമ്മൾ അറിയപ്പെട്ടിട്ടില്ല. അങ്ങനെ ഒരു രേഖയുമില്ല. ആ അർത്ഥത്തിൽ വിദ്യാഭ്യാസത്തിന് വേണ്ടി അതുപോലെ ഭക്ഷണത്തിന് വേണ്ടിയൊക്കെ വളരെ പ്രയാസപ്പെടുന്ന നിരക്ഷരായ ഒരു സമൂഹത്തെ കേരളത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ അതിന് സന്മനസ് കാണിച്ചവരെ പ്രോത്സാഹിപ്പിക്കുകയും അഭിനന്ദിക്കുകയാണ് ചെയ്യേണ്ടത്. ഇന്ത്യ ഒരു ഫെഡറൽ രാജ്യം എന്ന് നമ്മൾ അഭിമാനത്തോടു കൂടി പറയുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് വിദ്യാഭ്യാസത്തിന് പോകുന്നവരും ആ സമയത്ത് ഇങ്ങോട്ട് പോരുന്നവരൊക്കെ തെറ്റാണെന്ന് പറയുന്ന ഒരു പൗരബോധത്തെ അടയാളപ്പെടുത്തുന്നില്ലല്ലോ. കോയമ്പത്തൂർ, അതുപോലെ ബാംഗ്ലൂർ, ഡൽഹി തുടങ്ങിയ എത്രയോ പ്രദേശങ്ങളിൽ ധാരാളം ഇന്ത്യൻ കുട്ടികൾ പഠിക്കുന്നുണ്ട്, വിദേശ രാജ്യങ്ങളിൽ പഠിക്കുന്നുണ്ട്. വിദ്യാഭ്യാസം എന്നത് മനുഷ്യരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയല്ലേ. ഉത്തരേന്ത്യയിലെ പല ഗല്ലികളിലും അമ്മിഞ്ഞപ്പാൽ പോലും ഇല്ലാതെ, അതുപോലും നൽകാൻ കഴിയാത്ത വിധമുള്ള ദാരിദ്ര്യവും, ഉന്തുവണ്ടി വലിച്ചു കൊണ്ടുപോയി കുട്ടികൾക്ക് ആഹാരം കൊടുക്കാൻ കഴിയാത്ത പ്രയാസമൊക്കെ അനുഭവിക്കുന്ന, പുഴുക്കളെപ്പോലെ ജീവിക്കുന്നവരെ തെരഞ്ഞുപിടിച്ച് ഇവിടെ കൊണ്ടുവന്ന് അവർക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനിടയിൽ വളരെ ചെറിയ എന്തെങ്കിലും ചെറിയ പോരായ്മകൾ, നേരത്തെ പറയപ്പെട്ടതുപോലെ ടിക്കറ്റ് ഇല്ലാതായി പോയി, അല്ലെങ്കിൽ ബോഗിയിൽ അല്പം കുട്ടികൾ കൂടിപ്പോയി എന്നൊക്കെയുള്ളത് വളരെ വളരെ ചെറിയ പ്രശ്നങ്ങളാണ്. അത്തരം പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതിന് പകരം അതൊരു വലിയ വാർത്തയാക്കി അതിന് പ്രത്യേകം മനുഷ്യക്കടത്ത് എന്നൊരു പേര് തന്നെ നിർമ്മിക്കപ്പെട്ട് ഇത്ര വലിയ കോലാഹലം സൃഷ്ടിച്ചതിൻ്റെ പിന്നിൽ വളരെ ബോധപൂർവമായ ഫാസിസ്റ്റ് അജണ്ടകളുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലായിട്ടുള്ളതും മനസ്സിലാവേണ്ടതും. കേരള ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല പലപ്പോഴും സംശയങ്ങൾ ഉണ്ടാക്കത്തക്ക വിധത്തിലുള്ള നിലപാടുകൾ സ്വീകരിച്ച ആളാണ്. അദ്ദേഹത്തിൻ്റെ പല നിലപാടുകളോടും കേരളത്തിലെ സമസ്തയുടെ പ്രവർത്തകരായ ഞങ്ങൾക്ക് വിയോജിപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം ഇത്ര പെട്ടെന്ന് ഒരു പോലീസ് ഉദ്യോഗസ്ഥന്മാരൊക്കെയുള്ള ഒരു യോഗത്തിൽ വികാരപരമായി അങ്ങനെ സംസാരിക്കേണ്ടിയിരുന്നില്ല. പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ സംസാരം ഞാൻ കേട്ടു. അയാൾ പറഞ്ഞത് സാമൂഹിക സേവനം നടത്താൻ താല്പര്യമുള്ള ആളുകൾ അത്തരം സംസ്ഥാനങ്ങൾ പോയി നടത്തട്ടെ എന്നാണ്. അതൊരു വളരെ തരം താഴ്ന്ന ഒരു നിലവാരമില്ലാത്ത പ്രയോഗമായി തീർന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇവിടെ ധാരാളം സൗകര്യമുണ്ടായിരിക്കെ ആ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തി ആ കുട്ടികളെ പഠിപ്പിക്കാൻ കേരളത്തിൻ്റെ പോലീസ് അധികാരികളും ഭരണകൂടവും സൗകര്യം ചെയ്തു തരാം എന്നായിരുന്നു അദ്ദേഹം പറയേണ്ടിയിരുന്നത്. ഞാൻ തിരിച്ചു വരാം. ശ്രീ കെ സി അബു, ഇതിനൊരു പ്രതികരണം താങ്കൾക്കുണ്ടോ? രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ശ്രീ രമേശ് ചെന്നിത്തല ഇന്ന് പറഞ്ഞ പ്രസ്താവനയിലെ വാചകങ്ങൾ, അദ്ദേഹം പറഞ്ഞത് സാമൂഹ്യ സേവനം നടത്തുന്നവർക്ക് അതത് സംസ്ഥാനങ്ങളിൽ ആകാം, അവിടെ ചെന്നിട്ടാകാം, അതല്ലേ നല്ലത് എന്നാണ് അദ്ദേഹം ചോദിച്ചത്. അതിനകത്ത് ഇവിടെ പറഞ്ഞതുപോലെ തന്നെ അത്തരമൊരു പരാമർശം ഈ അവസരത്തിൽ നടത്തിയത് അനുചിതമല്ലേ? രണ്ട്, അദ്ദേഹം പറഞ്ഞു ഇതുപോലുള്ള കടത്ത് അനുവദിക്കാൻ കഴിയില്ല, കുട്ടികളെ ഈ രീതിയിൽ കടത്തുന്നത് ഗൗരവമായി കാണുമെന്നാണ്. ഇതിനൊരു മനുഷ്യക്കടത്തായാണോ ആഭ്യന്തരമന്ത്രി കാണുന്നത്? വളരെ ഉത്തരവാദിത്വം ഉള്ള ഒരു സ്ഥാനത്തിരുന്നു കൊണ്ട് അദ്ദേഹം ഇതുപോലൊരു പരാമർശം നടത്താൻ പാടുമായിരുന്നു. കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതല വഹിക്കുന്ന ഒരു മന്ത്രിക്ക് മതിയായ രേഖകളില്ലാതെ, സമ്മതപത്രമില്ലാതെ, ജനന സർട്ടിഫിക്കറ്റ് ഇല്ലാതെ കുട്ടികളെ അന്യ സംസ്ഥാനത്ത് നിന്ന് കേരളത്തിലേക്ക് കൊണ്ടുവരാം, ഓർഫനേജിൽ പഠിപ്പിക്കാം എന്ന് പറയാൻ കഴിയുമോ?
ഒരു ആഭ്യന്തരമന്ത്രിക്ക് ആ കസേരയിലിരുന്നു കൊണ്ട് ആ ചെയറിനോട് നീതി കാണിച്ചുകൊണ്ട് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കാൻ കഴിയില്ല. ആഭ്യന്തരമന്ത്രി എന്ന നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണമായി മാത്രം അതിനെ കണ്ടാൽ മതി. രണ്ടാമത്തൊരു കാര്യം, അന്യ സംസ്ഥാനത്ത് ഇതുപോലുള്ള ഓർഫനേജുകൾ ഏറ്റവും ദൈവത്തിൻ്റെ കൃപ കിട്ടുന്ന, ദൈവം ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് അനാഥരെ പരിപാലിക്കുക എന്നുള്ളത്. അള്ളാഹുവിൻ്റെ അനുഗ്രഹം കിട്ടുന്ന, ദൈവത്തിൻ്റെ കരുണ കിട്ടുന്നൊരു പ്രവൃത്തിയാണ്. അവർക്ക് എതിരായി ചെയ്താൽ ഒരിക്കലും തന്നെ ദൈവം പൊറുക്കാത്ത കാര്യവുമാണ്. അതുകൊണ്ട് അന്യസംസ്ഥാനത്തും ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാം എന്നും പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ ഇവിടെ ചെയ്യരുത്, കേരളത്തിൽ ഓർഫനേജുകൾ നടത്തരുത്, ഇവിടെ കുട്ടികളെ കൊണ്ടുവരാൻ പാടില്ല എന്നൊന്നും തന്നെ രമേശ് ചെന്നിത്തല പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരിക്കലും അദ്ദേഹം പറയുകയില്ല, പറയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുമില്ല. ശ്രീമതി മറിയുമ, കേരളത്തിൽ ഇപ്പോൾ ഇതുപോലെ ഒരു സംഭവം ഉണ്ടായി. കുട്ടികളെ ഒന്നാകെ കേരളത്തിലെ ഓർഫനേജുകളിലേക്ക് കൊണ്ടുവരുന്നു. അത് മനുഷ്യക്കടത്താണെന്ന രീതിയിൽ ചിത്രീകരിക്കപ്പെടുന്നു. വളരെ പെട്ടെന്ന് തന്നെ നിയമ നടപടികളിലേക്ക് നീങ്ങുന്നു. രേഖകളുള്ളവർ പോലും അവരിൽ രക്ഷിതാക്കളിൽ പലരും റിമാൻഡ് ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇതെന്തുകൊണ്ടാണ് കേരളത്തിൽ ഈ രീതിയിൽ സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് ഇതിന് പുറത്ത് ഒരു അന്വേഷണം ഉണ്ടാകാതെ പോകുന്നത്? ഇപ്പോൾ തടവിൽ കഴിഞ്ഞു, അതായത് ഇപ്പോൾ ഈ കേസിൽ പ്രതി ചേർക്കപ്പെട്ടവർ, അവർക്ക് പറയാനുള്ള ഭാഗം ശരിയായി ക്രോസ് ചെക്ക് ചെയ്യാൻ ഒരു സംവിധാനം നമുക്ക് ഇല്ലാതെ പോകുന്നുണ്ടോ? ഇതുപോലുള്ള സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാൻ ഏത് തരത്തിലുള്ള മുൻകരുതലാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടത്? കമ്മീഷൻ എന്ന നിലക്ക്, മൈനോറിറ്റി കമ്മീഷൻ എന്ന നിലക്ക് മൈനോറിറ്റി പ്രൊട്ടക്ഷനും അവരുടെ റൈറ്റ്സ് നിഷേധിക്കപ്പെടുമ്പോൾ അതിനെതിരെ കാര്യങ്ങൾ അന്വേഷിച്ച് ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെടുത്തുന്ന ഒരു ഉത്തരവാദിത്വം മൈനോറിറ്റി കമ്മീഷനുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു സംഭവം പത്രദ്വാര കാണാൻ സാധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതൊരു വേറെ രീതിയിലേക്ക് തിരിഞ്ഞും കൊണ്ട് ഒരു ഗൂഢാലോചന ഇതിൻ്റെ ഭാഗത്തുണ്ടോ എന്ന് ഞങ്ങൾ സംശയിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ പോയി സത്യസന്ധമായ അന്വേഷണം നടത്തി ജയിലിൽ പോയി അവരെ കണ്ടു, അന്വേഷിച്ചു. അവരൊക്കെ ജോലി ചെയ്യുന്നവരാണ്, അവരൊക്കെ തന്നെ എത്രയോ തുച്ഛ ശമ്പളം വാങ്ങി എങ്ങനെയൊക്കെ കുടുംബം പോറ്റുന്നവരാണ്. നമ്മുടെ വടക്കേ ഇന്ത്യയിലുള്ള മുസ്ലിംസിൻ്റെ അല്ലെങ്കിൽ ന്യൂനപക്ഷത്തിൻ്റെ അവസ്ഥ വളരെ ദയനീയമാണ് എന്ന് സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് ഇവിടെ നമ്മളെ മുന്നിലുണ്ട്. ആ റിപ്പോർട്ട് അനുസരിച്ച് അവിടെ റിക്ഷ വരിക്കുന്ന ആളുകളാണ് കൂടുതലുള്ളത്, വിദ്യാഭ്യാസമില്ല. ഇന്ന് ഞങ്ങളവിടെ പേരൻസിനെ കണ്ടു, 10-40 പേരെ. അവരൊക്കെ തിരിച്ചു പോകാൻ ഞങ്ങളടുത്ത് പണമില്ല എന്ന് പറയുന്നവരാണ്. അത്രയും ദാരിദ്ര്യത്തിൽ കഴിയുന്ന ആളുകൾക്ക് നല്ല ഭക്ഷണം, നല്ല വിദ്യാഭ്യാസം നൽകും എന്ന് കേട്ടപ്പോൾ അവരിങ്ങോട്ട് പറഞ്ഞേക്കാൻ തയ്യാറായി പേരൻസ്. ആ ഒരു കുറ്റാണ് അവർ ചെയ്തിട്ടുള്ളത്. പക്ഷേ യത്തീംഖാനൻ്റെ ആളുകൾ കൊണ്ടുവന്നപ്പം അവർ രേഖയുണ്ട് എന്ന് അവർ പറയുന്നു, വ്യാജാണെന്ന് മറ്റുള്ളവർ പറയുന്നു. ഇതിൻ്റെ സത്യം എന്താണ് എന്ന് നല്ലൊരു ഉദ്യോഗസ്ഥനെ കൊണ്ട് നമ്മുടെ ഗവൺമെൻറ് അന്വേഷണം നടത്തിയിട്ട് ഇതിൻ്റെ പിന്നിലുള്ള ഗൂഢാലോചന ഉണ്ടെങ്കിൽ അത് പുറത്തു കൊണ്ടുവരണം. സത്യസന്ധമായി കാര്യങ്ങൾ വീക്ഷിച്ച് നിരപരാധികൾ ക്രൂശിക്കപ്പെടാതെ രക്ഷപ്പെടുത്തണം. മനുഷ്യന് ഇവിടെ ജീവിക്കാനുള്ള അവകാശമുണ്ട്, അത് നിഷേധിക്കരുത്. അവർക്ക് തൊഴിൽ ചെയ്യാനുള്ള അവകാശമുണ്ട്, അവർക്ക് വിദ്യാഭ്യസിക്കാനുള്ള അവകാശമുണ്ട്. നമ്മൾ ഇന്ത്യ രാജ്യത്താണ്, മതേതര രാഷ്ട്രമാണ്. ഈ മതേതര രാഷ്ട്രത്ത് ആ ഭരണഘടന നിശ്ചിതമായ അവകാശങ്ങൾ അനുവദിച്ച് കൊടുക്കണം എന്നാണ് കമ്മീഷന് പറയാനുള്ളത്. അതിനെ തുരങ്കം വെത്തുന്ന ഏതൊരു സംഗതി ഉണ്ടെങ്കിലും അവിടെ കമ്മീഷൻ ജാഗരൂകരായി അന്വേഷണം നടത്തി ഗവൺമെൻറ് റിപ്പോർട്ട് സമർപ്പിക്കും. അത് ഞങ്ങൾ ഇപ്പോൾ തന്നെ അന്വേഷണം കഴിഞ്ഞ ഉടനെ തന്നെ നമ്മുടെ ആഭ്യന്തരമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും അരമണിക്കൂറിലധികം സമയം ഞങ്ങൾ കാര്യങ്ങൾ വിശദമായി അവരുടെ അടുത്ത് പറയുകയും അവർക്കത് ബോധ്യപ്പെടുകയും ചെയ്തിട്ടുണ്ടെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ നടക്കും എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. കാരണം ഇവിടെ ഒരു മനുഷ്യക്കടത്തല്ല നടന്നിട്ടുള്ളത്. ഇവിടെ ചെറിയ ഒരു യഥാർത്ഥത്തിൽ ആ യത്തീംഖാനയിലെ കുട്ടികളെ ആ സമയത്ത് ഈ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ഇടപെട്ട് അവരത് വേറെ റൂട്ടിലേക്ക് തിരിച്ചോ എന്ന് ഞങ്ങൾ സംശയിക്കുന്നുണ്ട്. ഇന്ന് ആ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ചെയർമാൻ്റെ ആറ്റിറ്റ്യൂഡ് കണ്ടു കഴിഞ്ഞാൽ വളരെ ഒരു മോശമായ ആറ്റിറ്റ്യൂഡാണ് അവർ കാണിക്കുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ കാണിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഒരു മനുഷ്യനെ അങ്ങോട്ട് അടുപ്പിക്കുന്നില്ല, ഒരു മനുഷ്യനോട് നല്ല നിലക്ക് സംസാരിക്കുന്നില്ല, രൂക്ഷമായ ഭാഷയിലാണ് മനുഷ്യനോട് പെരുമാറുന്നത്. അങ്ങനെയല്ല ഒരു ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി സൈക്കോളജിക്കലായിട്ട് ഡീൽ ചെയ്യേണ്ട കാര്യങ്ങളാണിത്. അത്രയും കൂടെ ബുദ്ധിയില്ലാത്ത രീതിയിലാണോ പെരുമാറുന്നതെന്ന് ഞങ്ങൾക്ക് തോന്നിപ്പോയിട്ടുണ്ട്. അതുകൊണ്ട് ഈ വക കാര്യങ്ങളിൽ സത്യസന്ധമായ ഒരു അന്വേഷണം നടത്താൻ നല്ലൊരു ഓഫീസറെ ഗവൺമെൻറ് നിശ്ചയിക്കണം, ഉയർന്ന ഉദ്യോഗസ്ഥനെ നിശ്ചയിക്കണമെന്ന് ഞങ്ങൾ ഗവൺമെൻറ്റിനോട് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ അതോടൊപ്പം തന്നെ ഞങ്ങൾ യത്തീംഖാനകളെ മുഴുവൻ വിളിച്ചു വരുത്തി അവരോട് ഒരിക്കലും ഇങ്ങനെ രേഖയില്ലാതെ കുട്ടികളെ കൊണ്ടുവരാൻ